എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ഞങ്ങൾ ചാലക്കുടിയുടെ ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ചാലക്കുടിയുടെ പേര് ഏറ്റവും പ്രശസ്തിയിലേക്ക് ഉയർത്തിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ പേര് അവിടെ അങ്ങ് ദൂരെ ആ മനോഹരമായിട്ടുള്ള ആ കെട്ടിടത്തിൽ എഴുതി വെച്ചാൽ പേര് കണ്ടിട്ടുണ്ടാവും. സതേൺ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവിയേഷൻ മെയിൻ്റനൻസിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നമ്മൾ ചാലക്കുടിക്കാർ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എത്ര പേര് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം ഇതിങ്ങനെ ഈ കോളേജ് ഇവിടെ നമ്മൾ ട്രെയിനിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും എന്നല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് പലരും കയറിയിട്ടുണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പലർക്കും അറിവുണ്ടായില്ല. അപ്പോൾ എന്തായിരുന്നാലും 1955 ആരംഭിച്ച ഈ സ്ഥാപനം ഇത് ശരിക്കും പറഞ്ഞാൽ ചാലക്കുടിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ്. കാരണം ഏവിയേഷൻ്റെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന എത്ര പേർക്കറിയാം? ഇതിൽ ഈ ഏവിയേഷൻ മെയിൻ്റനൻസിൻ്റെ വിവിധ പാർട്ടുകൾ അത് പഠിപ്പിക്കുന്ന നല്ല പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മിഷണറീസ് തന്നെ ഒരുപാടുണ്ട്. ഫ്ലൈറ്റുകളുണ്ട്, വിവിധ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലൈറ്റുകൾ. ഇതൊക്കെ അടുത്തറിയാനായിട്ടുള്ള വലിയൊരു അവസരമാണ് ജൂൺ 16 JB എഡ്യൂഫ്ലൈയും സതേൺ കോളേജും ചിപ്സൺ ഏവിയേഷൻ കമ്പനിയും കൂടി ചേർന്ന് ഒരുക്കുന്നത്. നിങ്ങൾ സതേൺ കോളേജിനെ പറ്റി മനസ്സിലാക്കി. എന്താണ് ഈ ചിപ്സൺ ഏവിയേഷൻ കമ്പനി? ചിപ്സൺ ഏവിയേഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് എടുക്കുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഉപയോഗിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുന്നതും പാർക്ക് ചെയ്യുന്നതും ഇവിടെയാണ്. ഇത് ആർക്കെങ്കിലും അറിയോ? നമ്മുടെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ചാലക്കുടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ മാതിരി കുട്ടികൾ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുന്നവരാകണം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാനായിട്ടുള്ളൊരു അവസരം, സ്വപ്നങ്ങളിലേക്ക് നയിക്കുകയും അത് സാക്ഷാത്കരിക്കാനും വേണ്ടി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഊർജിതമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് JB എഡ്യൂഫ്ലൈ വന്നിട്ടുള്ളത്. JB എഡ്യൂഫ്ലൈയും സതേൺ കോളേജും ചിപ്സൺ ഏവിയേഷൻ കമ്പനിയും ചേർന്ന് നടത്തുന്ന ഒരു വലിയ കുട്ടികൾക്കുള്ളൊരു വലിയ പ്രൊജക്റ്റ് ജൂൺ 16 നടക്കുകയാണ്. എന്താണ് സംഭവം? ഈ പറയുന്നത് ഇപ്പോൾ എൻ്റെ പിറകിലൊക്കെ നിൽക്കുന്ന ഇതുപോലുള്ള ഫ്ലൈറ്റുകളെ തൊട്ടറിയാനും വേണമെങ്കിൽ ഒന്ന് കിസ് ചെയ്യാനും ചോദ്യോത്തര പ്രശ്നോത്തരയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമായിട്ടുള്ള വലിയ അവസരമാണ് JB എഡ്യൂഫ്ലൈ ഒരുക്കിയിട്ടുള്ളത്. ജൂൺ 16 നടക്കുന്നത്. നമ്മുടെ CMI പബ്ലിക് സ്കൂളിലാണ് ഇതിൻ്റെ വേദി. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പ്രശ്നോത്തരയിലൂടെ സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഹെലികോപ്റ്ററുകളെയും അതുപോലെ തന്നെ ഫ്ലൈറ്റുകളെയും കുറിച്ചും അതിൻ്റെ മെയിൻ്റനൻസുകളെ കുറിച്ചൊക്കെ അടുത്തറിഞ്ഞ് പഠിക്കാനും, ഇനി ഏറ്റവും വലിയ സുവർണാവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കുട്ടികൾക്ക് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം കൂടിയാണ് ഈ പറയുന്ന സംഘാടകരായിട്ടുള്ള JB എഡ്യൂഫ്ലൈയും ചിപ്സൺ ഏവിയേഷൻ കമ്പനിയും സതേൺ കോളേജും ചേർന്ന് കുട്ടികൾക്കായിട്ട് ഒരുക്കുന്നത്. ഹെലികോപ്റ്ററുകളെ ചുംബിക്കാം. പ്രശ്നോത്തരയിലൂടെ നമുക്ക് ഹെലികോപ്റ്ററുകളെയും ഏവിയേഷൻ്റെ സാധ്യതകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ സുവർണാവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എനിക്കോ ഇതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ ഏതെങ്കിലും സംഘാടകർ കടന്നു വന്നിരുന്നെങ്കിൽ നമുക്കും സ്വപ്നം കാണാമായിരുന്നു. ഇപ്പോൾ സ്വപ്നം കാണാനായിട്ടുള്ള അവസരമാണ് JB എഡ്യൂഫ്ലൈ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളെ നിങ്ങൾക്ക് 5 പേര്, ഭാഗ്യശാലികളായ 5 പേർക്ക് പറക്കാം. ചാലക്കുടിയുടെ മുകളിലൂടെ പറക്കാനായിട്ടുള്ള അവസരമാണ് JB എഡ്യൂഫ്ലൈയും ഒരുക്കിയിട്ടുള്ളത്. സംഭവം കണ്ടോ നിങ്ങൾ? ഇത് സതേൺ കോളേജിൻ്റെ അകത്ത് കിടക്കുന്നൊരു സംഭവമാണ്. സംഗതി ഇത് അമേരിക്ക നിർമ്മിച്ചാണ്. US. ഇത് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചാലക്കുടിക്കാർ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്നുള്ളത് സംശയമാണ്. ഇങ്ങനെയുള്ള വിമാനങ്ങളും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ ചാലക്കുടിക്കകത്ത് സതേൺ കോളേജിൻ്റെ അകത്തുണ്ട്. N സീരീസിൽ തുടങ്ങുന്നതെല്ലാം തന്നെ, N എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന നമ്പറുകളെല്ലാം തന്നെ അമേരിക്ക നിർമ്മിച്ചിട്ടുള്ളതാണ്, US നിർമ്മിച്ചിട്ടുള്ളതാണ്. സെസ്ന 152 എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് സംഭവം. ഇത് തീർച്ചയായിട്ടും ഏവിയേഷൻ ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് റെസ്റ്റിലാണ്. എന്തായിരുന്നാലും ഇതുപോലുള്ള കിടിലൻ സംഭവങ്ങൾ നിങ്ങൾ ചാലക്കുടിയെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ചാലക്കുടിയിലുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ടുള്ള അവസരമാണ് JB എഡ്യൂഫ്ലൈ ഒരുക്കിയിട്ടുള്ളത്. N300 TJ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ US കമ്പനിയാണ് ഇമ്പോർട്ടഡ് ചെയ്തിട്ടുള്ള, സതേൺ കോളേജ് ഇമ്പോർട്ടഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ്. കോർപ്പറേറ്റുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലൈറ്റ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. സംഭവം നിങ്ങൾ കണ്ടില്ലേ? രാജകീയമായിട്ടുള്ളൊരു സംഗതിയാണ്. റോയൽ ലുക്ക്. അന്നത്തെ പ്രതാപത്തിലെ ആദ്യത്തിൽ ഇവൻ സൂപ്പറായിരുന്നു. ഇന്നിപ്പോൾ സതേൺ കോളേജിൽ ഇവൻ സുഖമായിട്ട് സ്ലീപ്പായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണാനായിട്ടുള്ള അവസരമാണ് JB എഡ്യൂഫ്ലൈ ഒരുക്കിയിരിക്കുന്നത്. തമാശകളെയല്ല. സംഭവം നിങ്ങളെല്ലാവരും ഒരുങ്ങിക്കോ. കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിതൊരു വലിയ ആകാംക്ഷയായിരിക്കും. കാരണം
എനിക്കോ കാണാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു സംഘടനയോ സംഗതികളൊക്കെ ഇത് കൊണ്ടുവന്ന് ഈ ചാലക്കുടിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ടൊരു അവസരം അന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. കാരണം സ്വപ്നം കാണാനായിട്ടുള്ള സംഗതികളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അവസരം ഒരുക്കുകയാണ് JB EduFly. എന്തായാലും നിങ്ങൾ ഒരുങ്ങണം. ജൂൺ 16-ാം തീയതിയാണ് സതയം കോളേജിൻ്റെ അകത്ത് വന്ന് നമ്മുടെയൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഈ ഫ്ലൈറ്റിനൊക്കെ അടുത്ത് കാണാനും ഏവിയേഷൻ മെയിൻ്റനൻസിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതുവഴി പുതിയ പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും സാധിക്കും. അതിനുള്ള വലിയ അവസരമാണ് JB EduFly ഒരുക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയാണ്. HAL ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയതാണ്. ഇത് ആ കാലഘട്ടത്തിൽ ഫയർഫോഴ്സും നേവിയൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതാണിപ്പോൾ നമ്മുടെ സതയം കോളേജിൽ സ്ലീപ്പായി കിടക്കുന്നത്. എന്തായിരുന്നാലും വലിയ ഒരു ഏവിയേഷൻ രഹസ്യങ്ങളുടെ കലവറയാണ് ഇവിടെ ഉള്ളത്. നമുക്കിതൊക്കെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് മാത്രമാണ് ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി JB EduFly ഒരുക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ മറ്റൊരു സംഭവം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഈ ഹെലിപ്പാഡ് എന്ന് പറഞ്ഞ സംഭവം. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ചാലക്കുടിക്കാർ ചാലക്കുടിയുടെ ഉള്ളിലുള്ള സംഭവങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഈ ഹെലിപ്പാഡ്. ഇത് ഇവിടെ ഈ ചിപ്സൺ ഏവിയേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പുതുക്കാടുള്ള. എന്താ സംഭവം എന്നറിയോ? കേരള ഗവൺമെൻറ് ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ ചാലക്കുടിയിൽ, നമ്മുടെ മധ്യമേഖല, കേരളത്തിൻ്റെ മധ്യമേഖലയിൽ നിൽക്കുന്ന നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്ഥാപനം തുടങ്ങിയത് 1955-ലാണ്. It was started by Sri S.P. Lewis. He was an ex-MLA. Because of his far vision and far-sighted in the aviation field itself, today India stands with a college of aviation. And this college has not only trained students for India, but for the world also. Today you go to any aviation industry, especially in the engineering side, you will see Southern College students. They are placed in top level condition. So they are actually on the cream level of aviation even till today. JB Education has come forward in collaboration with Chips in Aviation, and we are going to have an aviation week, such as on the present day is on 16th of June, this Sunday, and we would definitely like all participants, not only young students but also people who want to be a part of the aviation industry, to come visit our institution and see what all we teach, what all we can provide. And we have live aircrafts on that particular day on 16th of June itself. We have the Learjet, we have Cessna, we have HT2, the vintage aircrafts. We have more than different kind of engines, 20 different kind of engines and its parts, so that we can show you, we can even demonstrate some of the engines and parts and show you how it works in the aviation industry, so that students will have a far better sided knowledge what they need for their future in aviation. We have the HT2 aircraft, which is actually built in India itself by HAL Bangalore, and this aircraft was used for training pilots for a very long period in India itself. Apart from that, we have the most, at one point of time, which was the most sophisticated training machine, that is standing just behind me, the Cessna 152. This was also a training aircraft used not only in the US but also in the world. It was used as a training aircraft. We also have the most sophisticated and one of the fastest jets called the Learjet 24D, which we have in our institution, and we can definitely show you its demonstration on that particular day. അതായത് JB EduFly, ചിപ്സൺ ഏവിയേഷൻ, അതുപോലെ തന്നെ സതേൺ എഞ്ചിനീയറിംഗോട് കൂടി സഹകരിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഏവിയേഷനുള്ള സാധ്യതകളെ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒത്തിരി പേര് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. അത് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നവർ തന്നെയാണ്.
എന്നാലും ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഈ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി സാധ്യതകൾ ഇവിടെ തന്നെ പഠിക്കാനുള്ളപ്പോൾ എന്തിന് പുറത്തേക്കൊക്കെ പോകണമെന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചിപ്സൺ ഏവിയേഷനാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരാണ് നമുക്കറിയാം നമ്മുടെ കേരള സ്റ്റേറ്റിൽ പോലും ഇപ്പോൾ ഹെലികോപ്റ്റർ ഹയർ ചെയ്യുന്ന ടീം. അവർക്ക് ഒത്തിരി ഹെലികോപ്റ്ററുകൾ പല സ്ഥലത്തും അവർ ഹയർ ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ വരുന്നുണ്ട്. ഒത്തിരി ഹെലികോപ്റ്ററുകൾ ഇവിടെ തന്നെ വന്നിട്ടാണ് ഇവിടെ നിന്നാണ് അവർ പാർക്ക് ചെയ്യണതൊക്കെ സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൽ റിച്ചാർഡ് സാറൊക്കെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കമ്പൈൻഡായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമിന് വരുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത്രയും കാലത്തെ 1955 ആരംഭിച്ച ഈ കോളേജിൻ്റെ എല്ലാ ഏവിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ മെഷീൻസും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒരു സിസ്റ്റവും ചിപ്സൻ്റെ ഹെലികോപ്റ്റേഴ്സിനെ കാണിക്കുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ അപ്പോൾ കുട്ടികൾക്ക് ആകാംക്ഷ ഉണ്ടാവുക ഈ ഹെലികോപ്റ്റർ കാണുമ്പോൾ അതിലൊന്ന് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വപ്നം കൂടി നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് ഈ പ്രയത്നത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാവരെയും നമുക്ക് ഫ്ലൈ ചെയ്യിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അവർക്കൊരു ചെറിയൊരു ക്വിസ് കോമ്പറ്റീഷൻ മോഡ് കണ്ടക്ട് ചെയ്യുകയും അതിൽ നിന്ന് വിജയിക്കുന്ന 5 പേരെ തികച്ചും സൗജന്യമായി തന്നെ അപ്പോൾ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് കുട്ടികളെ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി കുട്ടികളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ ഇതിലേക്ക് വന്ന് പങ്കെടുക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് വന്ന് കാണാൻ സാധിക്കും. നമ്മുടെ CMI പബ്ലിക് സ്കൂളിലാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഗ്യാദർ ചെയ്യേണ്ടി വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വരുന്നതിനും സദേൺ എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നതിനും ഇത് കാണുന്നതിനും ഈ അവസരം കാണുന്നതിനും ജൂൺ 16 ഞായറാഴ്ചയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഫ്രീ ഫ്ലൈയിങ് തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ 2000 വിദ്യാർത്ഥികൾക്കാണ് ഇതിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. പ്രശ്നോത്തരയിലൂടെ അവർ തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് ഫ്രീ ആയിട്ട് പറക്കാനായിട്ടുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ജൂൺ 16 നിങ്ങളെല്ലാവരും ഈ പറയുന്ന CMI പബ്ലിക് സ്കൂളിൻ്റെ വേദിയിലെത്തണം. JB എഡ്യൂഫ്ലൈ കാത്തിരിക്കുന്നു, സദേൺ കോളേജ് കാത്തിരിക്കുന്നു, ചിപ്സൺ ഏവിയേഷൻ കമ്പനി കാത്തിരിക്കുന്നു. ഈ നമ്മുടെ ചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കണായിട്ടുള്ള ഈ സദേൺ കോളേജിൻ്റെ അകത്തുള്ള വിസ്മയങ്ങൾ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് തയ്യാറാകാം. എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹെലികോപ്റ്ററുകളെ ചുംബിക്കാം, ഒപ്പം ഒരു പ്രശ്നോത്തരയിൽ പങ്കെടുക്കാം എന്ന പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുക.